ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വ്ളോഗ്. ഗൈസ് ഇന്ന് ശരിക്കും വ്ളോഗല്ല, ഇന്ന് നമ്മളൊരു ചലഞ്ചായിട്ടാണ് വന്നിരിക്കുന്നത്. 24 hours ഗൈസ് ഫുഡില്ല, ഞാൻ സർവൈവ് ചെയ്യാൻ പോണ ഗൈസ് ഇന്ന്. ഇപ്പം സമയം ഏതാണ്ട് നോക്കുവാണെങ്കിൽ 9:30 കഴിഞ്ഞിട്ടുണ്ട്. ചലഞ്ച് എന്തായാലും 10 മണിക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യണം ഗൈസ്, എൻ്റെ ഈ ചലഞ്ച്. അപ്പം ഗൈസ് ഞാൻ എഴുന്നേരതേ ഉള്ളൂ, പല്ല് കഴിച്ചിട്ട് ഫുഡ് കഴിച്ചിട്ട് വേണം ഗൈസ് എനിക്ക് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ. 10 മണിക്ക് മുന്നേ ഫുഡ് കഴിച്ചിട്ട് വേണം ചലഞ്ച് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ ഞാൻ എല്ലാം വഴിയെ കാണിച്ചു തരാം. അപ്പോൾ ഞാനൊന്ന് പല്ലൊക്കെ തേച്ച് കുളിക്കുന്നൊന്നുമില്ലെന്ന് തോന്നുന്നു. കുളിക്കുന്നില്ല, പല്ലൊക്കെ തേച്ച് ഫുഡ് കഴിച്ചിട്ട് ബാക്കി കാണിച്ചു തരാം. രാവിലെ ഞാൻ ഫുഡ് കഴിക്കാൻ പോകുന്നത്. ഇപ്പം സമയം നോക്കുകയാണെങ്കിൽ 9:48 ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഫുഡ് കഴിക്കാൻ പോവാണ്. ഞാനങ്ങനെ ഫുഡ് കഴിക്കാറില്ല രാവിലെ. ഇന്ന് ഞാൻ കണ്ടന്റ് എടുക്കുവായതുകൊണ്ടാണ് രാവിലെ ഫുഡ് കഴിക്കുന്നത്. രാവിലെ ഫുഡ് എന്ന് വെച്ചാൽ പഴങ്കഞ്ഞിയാണ് ഗൈസ്. ഞാൻ ഇനി പഴങ്കഞ്ഞി കുടിച്ചിട്ടായിരിക്കും നാളെ രാവിലെ 10 മണി വരെ സർവൈവ് ചെയ്യാൻ പോകുന്നത്, അതും വെള്ളം കുടിച്ചിട്ട്. എന്തായാലും സർവൈവ് ചെയ്യാൻ പറ്റുമായിരിക്കും എന്നെ കൊണ്ട്. അപ്പം എൻ്റെ രീതി ഞാൻ കഴിച്ചിട്ട് ബാക്കിയുള്ളതും എന്താണെന്നും എല്ലാം ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാൻ ഫുഡ് കഴിക്കാൻ പോണേ ഗൈസ്. ബൈ. ഇപ്പോൾ സമയം വന്ന് ഏതാണ്ട് 10 മണിയായിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ചലഞ്ച് ഇവിടെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പം നാളെ 10 മണി വരെ ആയിരിക്കും ഗൈസ് നമ്മുടെ ചലഞ്ച്. അപ്പോൾ ഗൈസ് ഇന്ന് രാത്രിയിലും ഫുഡ് കഴിക്കത്തില്ല, ഇന്ന് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കത്തില്ല. ഇന്ന് രാവിലെയാണ് ഗൈസ് ഞാൻ ഫുഡ് കഴിക്കുന്നത് ഗൈസ്. ഞാൻ അങ്ങനെ രാവിലെ ഫുഡ് കഴിക്കാത്ത ഒരാളാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഫുഡ് കഴിച്ചിട്ടാണ് ഈ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തായാലും എന്നെ കൊണ്ട് ഇത് സർവൈവ് ചെയ്യാൻ പറ്റുമായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. പറ്റുമായിരിക്കും, വെള്ളം മാത്രം കുടിച്ച് സർവൈവ് ചെയ്ത് നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റുമായിരിക്കും. എന്തായാലും നമ്മൾ ഈ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, നമ്മൾ ചലഞ്ച് ചെയ്യുവാണ്. എന്തായാലും ബാക്കിയുള്ള എല്ലാം വഴിയെ കാണിച്ചു തരാം എന്താണെന്നുള്ളത്. പിന്നെ നമ്മുടെ അലക്സ നമ്മുടെ കൂടെ വരുന്നുണ്ടെന്നാണ് പറയുന്നത് ചലഞ്ചിനായിട്ട്. അലക്സ ഒരുങ്ങുന്ന കേസ് അംഗൻവാടി പോകാനായിട്ട്. അലക്സ നമ്മളോട് ചലഞ്ച് എടുക്കണമെന്നാണ് പറഞ്ഞത്. ബാക്കിയെല്ലാം വഴിയെ കാണിച്ചു തരാം. ഏതാണ്ട് 10 മണിയൊക്കെ ആയപ്പോഴത്തേക്ക്, 10:30 ആയപ്പോഴത്തേക്കും കേസ് ഞാൻ ഒന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഉറങ്ങിയിട്ട് സമയം ഇപ്പം 12:15 10:15 കഴിഞ്ഞപ്പം അവളെ അംഗൻവാടി കൊണ്ടുവിട്ട് കഴിഞ്ഞിട്ട് ഗൈസ് ഞാൻ കയറി കിടന്ന് ഉറങ്ങിപ്പോയി. ഞാൻ ഫോൺ കണ്ടിട്ടങ്ങ് ഉറങ്ങിപ്പോയി. ഇപ്പം 10:30 ഏതാണ്ട് 1 മണിക്കൂറും 15 മിനിറ്റും ഗൈസ് ഞാൻ ഏതാണ്ട് ഉറങ്ങിക്കഴിഞ്ഞ ഗൈസ് ഇനി പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെയും ഞാൻ വെറുതെ നടക്കും. പിന്നെ എനിക്ക് വിശപ്പും കയറും വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കഴിഞ്ഞാൽ. അതുകൊണ്ട് ഈ ഇന്നത്തെ ദിവസം മൊത്തം വീട്ടിലിരിക്കാനുള്ള പ്ലാനാണ് എൻ്റെ. എന്താവുമെന്നൊന്നും അറിയില്ല. എന്തായാലും നോക്കട്ടെ. ഒരു പണിയില്ലാത്തതുകൊണ്ട് കിടക്കുക, അത് തന്നെയാണ് ഇനി എൻ്റെ പ്ലാൻ. അപ്പം നമ്മളിനി കിടക്കാൻ പോവാണ്. വേറെ പ്രത്യേകിച്ച് രീതി പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഗൈസ് ഫോണും നോക്കി തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ കിടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ചെറുതായിട്ട് അവിടെ കിടന്നൊന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഹേ ഗൈസ്, ഇപ്പോൾ സമയം വന്ന് ഏതാണ്ട് 4:15 ഗൈസ്. ഞാനിപ്പം വെറും വയറോടെ ഞാൻ കുറേ നേരമായിട്ട് ഇവിടെ ഇരിക്കുവാണ്. അപ്പോൾ ചെറിയ രീതിയിൽ വിശപ്പൊക്കെ തോന്നി, ഫുഡൊന്നും കഴിച്ചില്ല. അപ്പോൾ ഗൈസ് എൻ്റെ മുടിയൊന്ന് ചെറുതായിട്ട് സൈഡൊക്കെ ഒന്ന് ഒതുക്കണം. അപ്പം മുടി ഒതുക്കാനായിട്ട് ഞാൻ പോവാണ്. ഞാനും വേറെ കൂട്ടുകാരൻ ഗൈസ്. എന്നെ വരുത്താൻ വന്ന് ഉച്ചയ്ക്ക് വിളിച്ചിട്ട് പറയാം ഗൈസ് മന്തി കഴിക്കാൻ പോവാന്ന്. ഗൈസ് ഞാൻ ചലഞ്ച് എടുത്തോണ്ടാന്ന് തോന്നുന്നു ഗൈസ് എന്നോട് ഇന്ന് മന്തി കഴിക്കാനൊക്കെ പോകാൻ വിളിക്കുന്നു. ഞാൻ പറഞ്ഞ നാളെ പോവാന്ന് ഗൈസ്. ഇന്നോടെ സർവൈവ് ചെയ്യണം ഗൈസ്. നിങ്ങളെന്ന ചലഞ്ച് അക്സെപ്റ്റ് ചെയ്ത് നിങ്ങൾക്കായി ഞാൻ ഒരു ദിവസം ഫുഡ് കഴിക്കാൻ ഇരിക്കുവാണ്, വെള്ളം മാത്രം കുടിച്ച്. സോ ഞാൻ പോയി ഒന്ന് മുടിയൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് വന്ന് കുളിച്ചിട്ടൊക്കെ കാണാം. ബായ് ഗൈസ്. അപ്പോൾ നമ്മൾ കടയിൽ മുടി വെട്ടാൻ വന്നിട്ടുണ്ട്. മുടി വെട്ടുന്നതാണ്, മുടി വെട്ടുന്ന കാണിച്ചത് ഗൈസ്. ഇപ്പോൾ ഏതാണ്ട് സമയം നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഏതാണ്ട് 7:45 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇതുവരെ ഞാൻ ഫുഡ് കഴിക്കുകയാണ് ഇത്രയും നേരം സർവൈവ് ചെയ്ത് നിന്നത്. ഇനിയും ഒരു കുറേ സമയമായി ഗൈസ്. ഞാൻ ഉറങ്ങി കുളിച്ച് എല്ലാം കഴിഞ്ഞ് ഗൈസ് മുടിയൊക്കെ വെട്ടി ഒന്ന് സെറ്റായി എല്ലാം ഓക്കെ ആയി ഗൈസ്. ഓക്കെ ആയിട്ട് വന്ന് ഇതുവരെ ഞാൻ ഫുഡ് കഴിച്ചില്ല ഗൈസ്, വെള്ളം മാത്രം കുടിച്ചാണ് സർവൈവ് ചെയ്തത്. എന്തായാലും ഈ ചലഞ്ച് എന്തായാലും നമുക്ക് കംപ്ലീറ്റ് ആക്കണമെന്നുണ്ട് ഗൈസ്. എന്തായാലും ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ വരും. അപ്പോൾ അവനെ പിക്ക് ചെയ്യാൻ എനിക്ക് പോകണം. അപ്പോൾ അതുകൂടെ പോയിട്ട് വരുമ്പോൾ എങ്ങനെയാലും ഗൈസ് 10 മണിയൊക്കെ ആവുമായിരിക്കും. 10 മണിയല്ല, സംതിങ് ഒരു 9-9:30 ആവുമായിരിക്കും. അപ്പം അത് കഴിഞ്ഞിട്ട് വന്ന്
കയറി കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ പിറ്റേ രാവിലെ 10 മണിയാകുമ്പോൾ എഴുന്നേറ്റാൽ മതി. അപ്പോൾ അങ്ങനെ ആ ഒരു ചലഞ്ച് കംപ്ലീറ്റ് ആക്കാം എന്നൊരു മൈൻഡിലാണ് ഗൈസ് ഞാൻ. അപ്പോൾ എന്തായാലും റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം. ബായ് ഗൈസ്. അപ്പോൾ അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അവനെ വിളിച്ചിട്ട് എൻ്റെ വീട്ടിൽ കൊണ്ടുവിട്ടിട്ടുണ്ട് ചെറുക്കനെ വീട്ടിൽ പോവാണ്. ഞാൻ വീട്ടിൽ പോവാണ്. ഇനി ഏതാണ്ട് ഇനിയൊരു 10-12 മണിക്കൂർ കാണുമായിരിക്കും. അത്രയും നേരം ഫുഡില്ല, ഞാൻ സർവൈവ് ചെയ്ത് നിൽക്കാൻ പോണേ ഗൈസ്. ബാക്കി എന്തായാലും വീട്ടിൽ ചെന്ന് കിടക്കുന്നതിന് മുമ്പ് എന്തായാലും ബാക്കി കൂടെ ഉള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ ബൈ ഗൈസ്. ഇപ്പം സമയം നോക്കുവാണെങ്കിൽ ഏതാണ്ട് 12-14 ആയിട്ടുണ്ട് ഗൈസ്. വെളുപ്പാങ്കാലത്ത് വിശക്കുന്നു, സീരിയസ് ആയിട്ടും വിശക്കുന്നു. ഒന്നും കഴിച്ചിട്ടില്ല, വീട്ടിൽ നിന്ന് പോലും കഴിച്ചൊന്നും കഴിച്ചില്ല ഗൈസ്. എന്തായാലും നാളെ 10 മണി വരെ ചലഞ്ച്. ഇനി എത്ര മണിക്കൂറുണ്ടെന്ന് വെച്ചാൽ 1 മണി, 2 മണി, 3 മണി, 4 മണി, 5 മണി, 6 മണി, 7 മണി, 8 മണി, 9 മണി, 10 മണി. ഗൈസ് ഇനി ഏതാണ്ട് 10 മണിക്കൂറുണ്ട് ഗൈസ്. 10 മണിക്കൂർ ഗൈസ് ഇനി കിടന്ന് ഉറങ്ങണം, എന്നാലേ ശരിയാകത്തുള്ളൂ. 10 മണിക്കൂർ കിടന്ന് ഉറങ്ങണം ഗൈസ്. ഇല്ലെങ്കിൽ സത്യമായിട്ടും വിശക്കുന്ന ഗൈസ്. ഒന്നും കഴിച്ചിട്ടില്ല, വിശപ്പ്, നല്ല വിശപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ പറഞ്ഞ ചലഞ്ച് നമ്മൾ എന്തായാലും കംപ്ലീറ്റ് ആകാൻ ഗൈസ്. ഇനി ഒരു 10 മണിക്കൂറുണ്ട്. അതോടെ ആയിക്കഴിഞ്ഞാൽ ഗൈസ് നമ്മൾ 24 hours നമ്മൾ ഫുഡില്ലാതെ സർവൈവ് ചെയ്ത് ഗൈസ്. എന്തായാലും പറ്റുമായിരിക്കും അല്ലേ? പറ്റാതിരിക്കും എന്താ, ഒരുറക്കം, ഭയങ്കര വിശപ്പ്. എന്തായാലും അവസാനമായിട്ട് കുറച്ച് വെള്ളമോടെ കുടിച്ചിട്ട് ഗൈസ് ഞാൻ എൻ്റെ മയക്കത്തിലേക്ക് ഞാൻ കടക്കാൻ പോവാണ്. ഇത് ശരിയാവത്തില്ല. എന്തായാലും നാളെ വരുന്നതായിരിക്കും ഗൈസ്, രാവിലെ ജീവനുണ്ടെങ്കിൽ. അപ്പം നാളെ രാവിലെ കാണാം ഗൈസ്. അങ്ങനെ 24 hours ഫുഡില്ലാതെ സർവൈവ് ചെയ്യുന്ന ചലഞ്ച് ഞാനങ്ങനെ അതിസാധ്യമായി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സമയം നോക്കുകയാണെങ്കിൽ 10 ഗൈസ്. ഞാനിപ്പോഴാണ് എഴുന്നേറ്റത്. ഭയങ്കര വിശപ്പുണ്ട്, പല്ല് വെച്ചിട്ട് ഗൈസ് ഫുഡ് കഴിക്കുക, അതാണ് ഇങ്ങനെ ലക്ഷ്യം. ഭയങ്കര വിശപ്പ്. അപ്പോൾ ഗൈസ് നമ്മൾ ഒരു ദിവസം കൊണ്ട് നമുക്ക് ഫുഡില്ലാതെ സർവ് ചെയ്യാൻ പറ്റുമെന്ന് നിൽക്കാൻ പറ്റും ഗൈസ്. അപ്പോൾ എന്തായാലും ഇതേപോലെ അടുത്ത ഏതെങ്കിലും ചലഞ്ച് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു കിടിലൻ ചലഞ്ചായിട്ട് വരുന്നിടം വരെ ബൈ ഗായ്സ്.